സ്നേഹം നേടാനാ തിരുറൗളയിൽ ഒന്നു ചേരണം. നിസ്കാരത്തിന്റെ ഷർത്തിൽ ഒന്നാമത്തേത് ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകലാകുന്നു. ഇനി നമ്മളൊക്കെ പഠിക്കേണ്ട കുറെ വിഷയമാണ് പറയാനുള്ളത്. സമയം എത്ര ഉണ്ടാവും എനിക്കറിയില്ല. നോക്കി പറ്റണ അത്ര പറയാൻ പറ്റും. അതിൽ പറഞ്ഞു ഒന്നാമത്തേത് ഉളൂവിന്റെ ഷർത്തിൽ ഒന്നാമത്തേത് തഹൂറായ വെള്ളമായിരിക്കണം. അതിന് മാഉൻ മുത്തലഖ് എന്നാണ് നമ്മൾ പേര് പറഞ്ഞത്. മാഉൻ മുത്തലഖ്. ആ പേജ് കണ്ടവരൊന്ന് പറഞ്ഞു കൊടുക്കിട്ടോ. അതുൽ ഉസ്താദേ പേരുണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. പേജ് പറഞ്ഞു കൊടുക്കും കണ്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ അശുദ്ധിയെ ഉയർത്താൻ ഉപയോഗിച്ച വെള്ളമാകാൻ പാടില്ല. ഇനി രണ്ടാമത് പറയണത് കണ്ടുകണോ? നജസിനെ നീക്കാൻ ഉപയോഗിച്ച വെള്ളവും പറ്റൂല. അത് പൊറുക്കപ്പെടുന്ന നജസാണെങ്കിലും ശരി. അതിന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. പറയട്ടെ കേട്ടോ. അവിടുന്നാണ് പറഞ്ഞു പോകുന്നത്. ഞാൻ അവിടുന്നാണ് തുടങ്ങുകയാണ് കേട്ടോ. കലീലൻ അതന്നെ 2 കൊല്ലത്തിൽ താഴെയാണെങ്കിൽ, 2 കൊല്ലത്തിൽ നമ്മൾ പറഞ്ഞു എത്ര 200 ലിറ്റർ വെള്ളമാണ്. എന്നിട്ടത് പകർച്ച ഇല്ലെങ്കിൽ, പിന്നെ 2 കൊല്ലത്തായി കഴിഞ്ഞാൽ പകർച്ച ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പകർച്ച ഉണ്ടെങ്കിലേ നജസാവൂ എന്ന് പറഞ്ഞു കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയണം. അവിടെയാണ് ഈ പറയാനുള്ളത്. അപ്പോ 2 കൊല്ലത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നജസ് വീഴാൻ തന്നെ ആവൊന്നുമില്ല. 2 കൊല്ലത്തിൽ മീത് അഥവാ 200 ലിറ്ററിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിക്ക് നജസ് വീണേക്ക് തന്നെ നജസാവൂല. അപ്പൊ എന്താ 199 ഉള്ളെങ്കിലോ ചെറിയൊരു കുറവ്, അത് പറ്റൂല. 2 കൊല്ലത്ത് തികഞ്ഞിട്ടില്ലേ അതിന്റെ ഇനി ഒരു ബക്കറ്റ് വെള്ളമായാലും വേണ്ടില്ല, 190 ലിറ്റർ ആയാലും വേണ്ടില്ല. അതിന്റെ കണക്കൊക്കെ കണക്കാണ്. അപ്പൊ അതിന് നജസ് വീണാ തന്നെ നജസാവും. ഇൻഷാ അല്ലാഹ് കുറച്ച് അപ്പുറത്ത് ഇനി പറയുന്നുണ്ട്. നജസിന്റെ വകുപ്പുകളൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് പറയാം. ഇവിടെ പിന്നെ അതല്ല, ഇനി മറ്റൊരു വിഷയത്തിലേക്ക് പോവാം. അപ്പൊ 2 കൊല്ലത്തിന്റെ മീതുണ്ടെങ്കിലോ ഒരു 200 ലിറ്ററിന് മീത, ഇപ്പൊ 500 ലിറ്റർ വെള്ളത്തിലാണ്, എന്നാ അതിൽ നജസ് വീണു എന്നത് കൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇടണം എന്നല്ല, ഈ വീണു എങ്ങനെയോ വീണു, പക്ഷെ പകർച്ച ഒന്നും ആയിട്ടില്ല. ഇനി പകർച്ച എന്ന് പറഞ്ഞാൽ എത്രയാണേക്കാരം അത് പകർച്ച. ഇനി അതാണ് ഒന്ന് പറയാനുള്ളത്. രണ്ടാമത് അതിന്റെ ഇടയിൽ ചില വിഷയം കൂടി പറയാനുണ്ട്. അതാണ് ഇപ്പൊ പറയണേ കേട്ടോ. ഒലമേത്തകയ്യറ് അത് പകർച്ച വന്നതുമില്ല. അപ്പോ 2 കൊല്ലത്തിൽ മീതുള്ള വെള്ളത്തില് നജസാണ് വീണു. അപ്പൊ തന്നെ നമ്മൾ എടുത്ത് ഒഴിവാക്കി. ഉറച്ച നജസായിരുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, വെള്ളം തന്നെയാണ് അലിഞ്ഞു വന്നു. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ്. ഇപ്പോ എന്തോ പക്ഷി ഇങ്ങനെ എടുത്തുകാണ് പോകണ്ട, അത് അയക്കാണ്ട് വീണു നഴ്സ്. അയക്കാണ്ട് വീണു. അപ്പൊ തന്നെ നമ്മൾ എന്തോ ടാങ്കിക്ക് എന്തോ വീണല്ലോ, അപ്പൊ തന്നെ എടുത്തുകാണ്ട് കോരിയുണ്ട് ഒഴിവാക്കുകയും ചെയ്തു. പക്ഷെ വെള്ളത്തിൽ നോക്കുമ്പോൾ നിറം മാറ്റമില്ല, രുചി മാറ്റമില്ല, വാസന മാറ്റം ഒന്നുമില്ല. എന്നാലത് കുഴപ്പമില്ല വെള്ളത്തിന്. അപ്പൊ ഇങ്ങനെ കുറേശ്ശെ മുക്കി കൊണ്ടുപോകണതിനും വിരോധമില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു ബക്കറ്റിക്ക് തിരിച്ചെടുത്തു, അവ 2 കൊല്ലത്തുണ്ടാവില്ലോ. ഒരു കപ്പൊക്കെ എടുത്തു, 2 കൊല്ലത്തുണ്ടാവില്ലോ, ഉറപ്പല്ലേ. അപ്പൊ അതിന് വിരോധമൊന്നുമില്ല. അതാണ് ഇനി പറഞ്ഞത്. അതിനെ വേർപിരിച്ചിട്ട് 2 കൊല്ലത്തിൽ കുറയണീനും കുഴപ്പമില്ല. അപ്പൊ പിന്നെ 2 കൊല്ലത്ത് വെള്ളമുള്ളതിൽ നജസ് വീണു എന്നുകൊണ്ട് നജസാവൂല. ഇനി ആ വെള്ളം തന്നെ എന്ത് ചെയ്ത് പിന്നെ മുത്തനജിസായ വെള്ളങ്ങളൊക്കെ കൂടെ ഓരോരുത്തരോട് പാർന്നാലും ഇതേമാതിരി തന്നെയാണ് അതിന്റെ ഹുക്കം. ഇപ്പൊ നമ്മളെ ബക്കറ്റില് ഒരു തുള്ളി മൂത്രമായി കൂട്ടിയിരുന്നു, അതറിയാതെ നമ്മൾ ഇതിലേക്ക് ടാങ്ക് കണ്ടു ഒഴിച്ചു. ആ ബക്കറ്റിലെ വെള്ളം ചോദിച്ചത് അതിൽ മൂത്രം തെറിച്ചെന്ന് പറഞ്ഞു. ഇപ്പൊ ഇനി ഇതിലേക്ക് പാർന്നപ്പോ പകർച്ചുണ്ടോ? പകർച്ചോട്ട് കാണുന്നില്ല, എന്നാ പ്രശ്നമില്ല. ബക്കറ്റിലാവാൻ പറ്റില്ലായിരുന്നു, കാരണം 2 കൊല്ലത്തിൽ താഴെയായിരുന്നു. അപ്പൊ ഇനി വേർന്നുണ്ട് ഈ വെള്ളം, ഇനി പറഞ്ഞുകൊണ്ട് പാരട്ടോ, അതിന് തെറ്റൊന്നുമില്ല. മനസ്സിലായില്ല? വെള്ളം കുറവുള്ള സ്ഥലമാണെന്ന് വെക്കുക, കൊണ്ടോന്ന് വെച്ചിക്ക് എന്തോ നേസാണ്ട് വീണു,
മനസ്സിലാവുണ്ടോ? അപ്പൊ വേടെടുത്തിട്ട് ഒഴിവാക്കി കണ്ട് അതിനെന്ത് ചെയ്തു? ഒരു 1000 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു, എല്ലാവർക്കും വിതറിഞ്ഞ് അയക്കാണ്ട് പാർന്നു. ഒരു കുഴപ്പമില്ല വെള്ളത്തിന്, അഥവാ നിറത്തിന് വ്യത്യാസമില്ല, രുചിക്ക് വ്യത്യാസമില്ല, വാസനയ്ക്കൊന്നും പ്രശ്നമില്ല, ഒരു കാര്യവും പ്രയാസപ്പെട്ടു. എന്നാ ഇനി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, മറ്റൊരു ബക്കറ്റ് തിരിച്ചു കാണാൻ പോകാൻ. നമ്മളൊരു ബക്കറ്റേക്ക് പാർന്നിക്കണല്ലോ, പാരാനയക്കുമെന്നല്ല ഇവിടുത്തെ ചോദ്യം. മൂപ്പര് ഇപ്പൊ തന്നെ നമ്പയിക്കണില്ല, പാരനീന്റെ മുമ്പേനെ നമ്മളെ അതാണ് ആലോചിച്ചാൽ വിജയിട്ടാണ്. അത് സാരമില്ല, നമ്മളിങ്ങനെ നാട് വിടുമ്പോഴേ മനസ്സിലാവുള്ളൂ അല്ലേ കുഞ്ഞുമനജി? നമ്മൾ നാട് വിടുമ്പോഴാണ് വെള്ളത്തിൻ്റെ ഒക്കെ മനസ്സിലാവുക. അപ്പൊ നമ്മള് അപ്പുറത്തേക്കാണ് വെള്ളം കണ്ടുകാണ് ഇപ്പുറം കണക്കൂട്ടിയൊരു കാര്യം ഉണ്ടാവില്ല. കുടിക്കന്നെ, വേറെ മാർഗമൊന്നുമില്ല. അത് തന്നെ, അല്ലെങ്കിൽ കഴുകന്നെ, വേറെ ഒന്നും പറയാനില്ല. ഉണ്ടോ? അത്രേ ഉണ്ടാവുള്ളൂ. തമിഴ്നാട്ടിലൊക്കെ നമ്മളിങ്ങനെ പോയിട്ട് അതിൻ്റെ ആണല്ലോ, അപ്പൊ അങ്ങനെ പോകാനുണ്ടാവും. തമിഴ്നാട് മദ്രാസ് അടക്കം പോയാൽ അങ്ങനെ തന്നെ. ഓരുടെ അതിന് അവിടുന്ന് തിന്നല്ല ഈ അറിഞ്ഞ് പോകുന്നുണ്ടൊന്നും കാര്യമില്ല. നാട്ടിൽ വരാത്ര കാലം കഴിയും, ഒരു രക്ഷയില്ല. നമ്മൾ ചെല്ലുമ്പോൾ ഓല കുളിമുറിയും കക്കൂസും കുട്ടികളെ ഉറക്കണതും പട്ടി കിടന്നുറങ്ങണതും ഒക്കെ അത് ഉണ്ടുമ്പോൾ തന്നെയാണ് കാരണം. ഒരു രക്ഷയില്ല. അത് കാണാൻ ചാടി കടന്ന് പോയിട്ട് ഇരുന്ന് തിന്നാൻ പോരന്നെ. അവിടെ നമ്മൾ കിച്ചൻ പരിശോധിക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നജസിൻ്റെന്ന് ഉറപ്പുള്ളത് തിന്നാൻ പാടില്ല, അത് വേറെ കാര്യം. ഞാൻ പറയണത് എന്താ വെച്ചാല്, അപ്പൊ നമ്മള് സ്വാഭാവികമായി കേൾക്കുമ്പോ ഈ നജസുള്ള വെള്ളം നല്ല വെള്ളത്തേക്ക് പാരുകയോ എന്നാണ്. ഈ വെള്ളം ശുദ്ധിയാക്കി എടുക്കാൻ വേറെന്താ മാർഗം? പൈസ കൊടുത്ത് വാങ്ങിയ വെള്ളാണെന്ന് വെക്കുക. ആ നാട്ടില് വെള്ളം പൈസ കൊടുത്ത് വാങ്ങിയിട്ടാ ഉപയോഗിക്കണേ, അത് ഒഴിച്ച് കളയാൻ പറ്റുമോ? ശുദ്ധിയാക്കാനുള്ള മാർഗം എന്താ? വലിയ ടാങ്ക് കണ്ട് ഒഴിക്കുക തന്നെ, പകർച്ചൊന്നും ഇല്ല, തിരിച്ചെടുത്തിട്ട് വേറെ ബക്കറ്റിട്ട് പോവാ. അത് ഉപയോഗിക്കാം, വിരോധമില്ല. നമ്മക്ക് അതൊക്കെ ഇപ്പൊ തോന്നുന്നതിന് കാര്യം എന്താ അറിയോ? നമ്മളവിടെ ഇഷ്ടംപോലെ വെള്ളല്ലേ, സ്വിച്ച് ഇട്ടാന്ന് അറിയല്ലേ, ഓഫാക്കാൻ തന്നെ നമ്മൾ മറക്കൂലേ. കുറെ ചാടിയതിനു ശേഷമാണ് മോട്ടർ നിറഞ്ഞ് പോലെ തുടങ്ങിക്കണോലോ അറിയാല്. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടാണ് വെള്ളം കാശ് കൊടുത്തിട്ട് വാങ്ങണേ. ടാപ്പ് ഇങ്ങനെ വരുന്നതനുസരിച്ച് പൈസേക്കാരം. അപ്പോൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ് കാരം ഉണ്ടാക്കുക. നമ്മൾ ഈ നാട്ടിൽ നിന്നാണ് പോയപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചോ, അവിടെ ചെന്നാൽ പൈപ്പ് വെള്ളത്തും ചായ ഉണ്ടാക്കൂല. നമ്മളെന്ത് ചെയ്യും? കുടിക്കാൻ കൊടുന്ന് വെച്ചാൽ വെള്ളത്തിന് എടുത്തിട്ട് ചായ ഉണ്ടാക്കും. ആ റൂമുകാർ തന്നെ പറയും, ഇവിടെ അതുകൊണ്ട് വേണ്ടാക്കണ്ടട്ടാ, അതൊന്നും കുടിച്ചാൽ നമുക്ക് വയ്യ, ചോദിച്ചിട്ട് വയ്യാറ്. പൗഡർ ഇട്ട് ശരിയാക്കിയ വെള്ളമാണേക്കാരെ, നമുക്ക് പൗഡർ ഇട്ട് വെള്ളം പറ്റൂല. എന്തുകൊണ്ട്? നമ്മൾ നല്ല വെള്ളം കുടിച്ച് ജീവിച്ചായി പോയവരാണ്, അതാണ് പ്രശ്നേ. ശീലായിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഈ വെള്ളം നമ്മൾ മസലേ പറഞ്ഞത്, ഇനി ആരും ഒഴിച്ചൊന്നും വേണ്ട, അത് വേറെ കാര്യം. അള്ളാഹു എല്ലാവർക്കും സമൃദ്ധമായ വെള്ളം കൊടുക്കട്ടെ, എല്ലാവരും കിണറ്റിലുള്ള വെള്ളം അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. വെള്ളമില്ലാതെ എന്താ ചെയ്യാ? വിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ, നിങ്ങളെ വെള്ളം അങ്ങോട്ട് അപ്രത്യക്ഷമായ നിങ്ങളോടുന്ന വെള്ളം കൊണ്ടുവരാൻ. ആരാ നിങ്ങൾക്ക് നല്ല വെള്ളം കൊണ്ടുവരാൻ? ആരുമില്ല. അള്ളാഹു റബ്ബുൽ ആലമീന് മാത്രം കഴിയുന്ന ഒരു പണിയാണ്. കിണർ സ്ഥാനം നോക്കാൻ പറ്റുന്ന കാര്യമില്ല. സ്ഥാനം നോക്കുമ്പോൾ വെള്ളം ഉണ്ടെന്ന് ഉറപ്പ് തരണം. നമ്മളാണ് പറയുന്നത് മാത്രം. അത് പഠിച്ചോൻ തരണമെന്ന് ആർക്കും അത് പ്രവചിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ മസല പറയാണ്, അങ്ങനെ വെള്ളമില്ലാത്ത സ്ഥലത്ത് പറ്റും ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു 100 ലിറ്റർ വെള്ളത്തിൽ നെജസ് വീണു, അത് നെജസാണ്. ഇനി അത് ശുദ്ധിയാക്കി എടുക്കാനുള്ള മാർഗം എന്താ? വേറെ 100 ലിറ്ററും കൂടി അപ്പുറത്ത് ഇരിക്കണമെങ്കിൽ ആ 2 ലിറ്ററും കൂടി ഒന്നിച്ച് 200 ഒരു 500 ലിറ്ററുള്ള പാത്രത്തിക്കാണ് പോരുക. അതിൽ നെജസ് പകർച്ചുണ്ടോ? ഇല്ല. ഒരു തുള്ളിയൊന്നും ആയപ്പോ സംഗതി നെജസായില്ലേ? ആയല്ലോ, അവിടെ പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടാവും. കുട്ടികളൊക്കെ ഉള്ളിടത്ത്, ചെറിയ കുട്ടികളുടെ അടുത്തൊക്കെ നല്ല ശ്രദ്ധിക്കണം. പാത്രം വെള്ളമൊന്നും അടി കൊടുത്ത കാവില്ല, ഓല അതിലും മൂത്രം ഒഴിക്കും. ഓൽക്ക് തമാശയാണത്. അങ്ങനെയാണല്ലോ. പിശാച് ഒക്കെ ചെയ്യിക്കുമല്ലോ കൊണ്ടാ നേരത്തെ. അങ്ങനെയാണ് പിശാച് പല പണി എടുപ്പിക്കും കേട്ടോ. പറയട്ടെ, ഇനി പറയട്ടെ. അപ്പോ അതിന്റെ ശേഷം 2 കൊല്ലത്തായി പകർച്ചല്ല, എന്നിട്ട് അതിനെ നമ്മൾ വ്യവഹാരയാക്കി വൈകും കല്ല പഴുതു, ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം അത് കുറഞ്ഞാലും ശരി പിതപ്പിരിക്കി, അഥവാ ചെറിയ ചെറിയ പാത്രത്തിൽ എടുത്തു എന്നത് കൊണ്ടും വിരോധമില്ല. പൗലിമ, ഈ പറഞ്ഞതിൽ നിന്ന് അവിടെയാണ് നമ്മൾ നിർത്തി. പൗലിമ, ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി അന്നൽ ഇസ്തിഅമാല, മുസ്തഅമൽ എന്ന സംഭവം ലാ യസ്ബുതു ഇല്ലാ മാ വെള്ളം കുറച്ചുണ്ടായിരിക്കുമ്പോഴേ മുസ്താമലി എന്ന ഹുക്കുമുണ്ടാവുള്ളൂ. മുസ്താമൽ ഒരുമിച്ച് കൂട്ടിയാലും അങ്ങനെയാണ്. ഒതുടുക്കണ വെള്ളങ്ങളെ ഒക്കെ കൂടെ എന്ത് ചെയ്ത് നമ്മളിങ്ങനെ പൈപ്പിൽ നിന്ന് കാട്ടി ഒതുടുക്കാണ്. ആ വെള്ളമൊക്കെ കൂടി ചാടുന്ന ഒരു കുയ്യിലേക്കാണ്, വലിയ കുയ്യാണ്. നോക്കുമ്പോ അതിന് പകർച്ചൊന്നുമില്ല. അവൾക്ക് ചാടണില്ലേ? അവള് കഴിയിട്ട് ഒതുടുക്കല്ലേ? ആ വെള്ളം നല്ല കഴുകണല്ല അയക്ക് ചാടണതേ. ഇപ്പൊ പൈപ്പ് ആയതുകൊണ്ട് അതൊന്നും മനസ്സിലാവാതെ, കൊറോണ കേസൊക്കെ പൈപ്പ് ഇട്ടതുകൊണ്ട് മനസ്സിലാവാണ്.
കുയ്യാവുതാണ്ടായിരുന്നത് ഇരുന്നാണ്ട് ഒന്നുണ്ടാക്കലാണ്. അങ്ങനെ കൈകണ മുഴുവൻ അയക്കന്നെ ചാടല്ലേ. അതുകൊണ്ട് എന്താവൂല, മുസ്താമലാവൂല. കാരണം എന്തുകൊണ്ട് ഒരുപാട് വെള്ളം ഉണ്ടാവേ. അവളൊക്കെ വാർക്കൽ എന്തായി കൊല്ലങ്ങൾ കഴിച്ചിട്ടാണ് കാരം. അല്ല ഇവിടുന്ന് അത്രയും വെള്ളം വാർക്കണേ നിങ്ങൾക്ക് അറിയില്ലേ കാരം. പഴയ കാലത്തെ പള്ളിക്കൻ്റെ വെള്ളം അവിടോട്ടെങ്കിലും കിണറണക്കെ എന്നിട്ട് എങ്ങനെ എന്താവും അവിടെ കോരിയിട്ടിട്ട് പാരലാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, ആ ചെറിയ ചാലിക്കൂടെ ഇങ്ങനെ കല്ലിന്റെ ചാലുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരും കണ്ടിട്ടില്ല? കണ്ടുകൂടാ? നമ്മളെ അടുത്ത പഴയ പള്ളിയിൽ കല്ലാവുന്നുണ്ടായിരുന്നു. നമ്മളെ നാട്ടിലൊരു കല്ലുണ്ടായിരുന്നു. അത് പിന്നെ അവസാനം പൊന്തിക്കാൻ വെച്ച് അതിലിട്ട് തൂർക്കെല്ലാം അടുത്തെക്കാൻ വയ്ക്കണ്ടേ. പഴയ കാലത്തുണ്ടായിരുന്ന കഥയാണത്. അപ്പൊ അങ്ങനെ ഈ വെള്ളത്തിനും ഞാൻ കണ്ടിടുന്നത് ഈ ഒരു കരിങ്കല്ലിനോട് കൊത്തിണ്ടാക്കിയതാ. അതുണ്ടാവും ഇങ്ങനെ ഒരു ചാടി പോലെ സാധനം ഉണ്ടാവും, അതിന് പൈപ്പ് പോലെ സാധനം ഉണ്ടാവും. അതിലാണ് പറഞ്ഞാൽ മതി, വെള്ളം ഇങ്ങനെ പോരും. രണ്ട് ഭാഗം ഇങ്ങനെ കല്ലുകൊണ്ട് പടുത്ത് കെട്ടി ഉണ്ടാക്കിയിട്ട് വെട്ടിയ കല്ല് വെട്ടല് ഇങ്ങനെ ഇങ്ങനെ ചെത്തിയിട്ട് വെക്കാം. അങ്ങനെ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാക്കിങ്ങനെ നോക്കാൻ സമയം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഒക്കെ പഠിക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാവും. ആയിക്കൂടെ ഇങ്ങനെ വെള്ളം കോരിപ്പാരില്ല. അപ്പൊ നമ്മളീ പറഞ്ഞായിരുന്നാവും അടിക്കടി ടൈലിട്ട് ഗഗൊന്നുമില്ല. ടൈലൊന്നും അതിന്റെ അടിയിൽ ഉണ്ടാവില്ല. ഉണ്ടോ? പിന്നെ അതുകൊണ്ട് പിന്നെ വെള്ളം 2 കൊല്ലത്ത് കൂടുതൽ ഉണ്ടാകുമ്പോൾ അത് പിന്നെ ഇസ്തിമാൽ എന്ന സംഭവം ഉണ്ടാവൂല. ഇനി ഒന്നും കൂടി, ആ വെള്ളം ഉപയോഗിച്ച സ്ഥലത്തുനിന്ന് പിരിയുകയും ചെയ്യണം. എന്താ പറഞ്ഞാല് ഹുക്കുമൻ, അത് ഹുക്കുമിൽ പിരിഞ്ഞാലും വേണ്ടില്ല. ഇപ്പൊ നല്ല ശ്രദ്ധിക്കട്ടോ. അപ്പൊ അത് കൈ ഏതുവരെയാണ്? ഇതുവരെയും കയ്യാണ്. ഇതുവരെ കയ്യാണല്ലോ. അപ്പൊ നല്ല ശ്രദ്ധിക്കണം. ഉളുടുക്കണ മനുഷ്യനെ സംബന്ധിച്ച് ഇത്ര വരെ കഴുകൽ നിർബന്ധം. ഇതാ ചില കഴുകണോടത്തെത്തുമ്പോ നമ്മൾ പറയും ഇതുവരെയും. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കറങ്ങാണ്. ഇനി ഇങ്ങട് കയറ്റി കഴുകുമ്പോ ഇതുവരെ കഴുകാം, ഇവിടുന്ന് ഇങ്ങട് കഴുകാൻ പാടില്ല, കറാത്ത. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരുമല്ലോ, അങ്ങനെ കഴുകാൻ ശ്രദ്ധിക്കും. ഇങ്ങനെ ഒലിച്ച് അപ്പൊ ഇവിടെ എത്തിയപ്പോ ഇങ്ങനെ ഇടാനാക്കി, അപ്പൊ ഇടാൻ ഒലിച്ച്. മനസ്സിലാവുണ്ടോ? നമ്മളിപ്പോ ആണ്ട് പൈപ്പാണ് കാട്ടിക്കണ്ട് വിടുകയാണേ. എത്ര വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കല് അല്ലേ? നമ്മളെ അല്ലേ അഹ്ബാബിങ്ങൾ അറബികൾ സഹോദരന്മാർ കുപ്പിന്നിട്ട് ഒഴിച്ചു എന്നിട്ടുണ്ടാവും അങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ടോ, എന്നിട്ട് അങ്ങനെ പോകും. അതിന്റെ ഫുള്ള് കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയണത്. പിൻപറ്റണം കുറഞ്ഞ വെള്ളം കൊണ്ട് ഒതുടുക്കുക. അപ്പൊ ഇവിടെ കയറിയ വെള്ളം കാണണോ? ഇവിടെ കയറിയ വെള്ളം ഇങ്ങനെ ഇറങ്ങുതി കൂടെ, അതിന് വിരോധമില്ല. മനസ്സിലാവുണ്ടോ? ഇനിയിപ്പോ നമ്മൾ പറയും പിരിഞ്ഞിട്ടില്ല, ഇവിടെ ഒറ്റം പോകുന്നു, ഇവിടേക്കിട്ട് കയറി ഒരാളോട് കെക്കിയിട്ട് ഇങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി, എന്നാ ഹുക്കുമിൽ പിരിഞ്ഞു എന്നാണ്. വെള്ളപ്പോ വാസ്തവത്തിന് അവന്റെ മേലിൽ നിന്ന് പിരിഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ എത്തിയാൽ കഴിഞ്ഞു, കയ്യിന്റെ അതിർത്തി കഴിഞ്ഞു. ഇനി തോളുന്നാ പോയത്, തോള് കയ്യിൽ പെട്ടതല്ല. അപ്പൊ നിയമപ്രകാരം ഇവിടുന്ന് പിരിഞ്ഞു. ഈ വെള്ളം തിരിച്ചു വന്നാലും പുറത്തുനിന്ന് വന്ന വെള്ളത്തിന്റെ അതേ ഹുക്കുമ് തന്നെയാണ്. ഉണ്ടോ? അതാ സ്ഥലത്തിൽ നിന്ന് പിരിയ അൽ മുസ്തഅമൽ ഫിഹിൽ ഉപയോഗിക്കുന്ന പോലെ ഹുക്കുമൻ. ഏതുപോലെ വുദൂ ചെയ്യുന്നവന്റെ ചുമലും വിട്ട് കടന്നു തോളെ വരെ കഴുകാം. കയറ്റി കഴുകുമ്പോഴേ ഇത്രയൊന്നും കഴുകിയില്ലെങ്കിലും കുപ്പായക്കൊന്ന് കയ്യൊക്കെ ഒന്ന് കയറ്റി മുട്ട് ഫുള്ള് കഴുകി തന്നെ വേണം കേട്ടോ. അതിലിപ്പോ പലരും, നമ്മളിപ്പോ പേര് പറയണത് ശരിയല്ല, പലരും ആ മടിയാണ് ഇങ്ങനെ പോരാന് കേട്ടോ. അടുത്തണ്ട് എത്തൂല, ഇങ്ങനെ ആക്കി ഇങ്ങനെ പെട്ടെന്ന് പോരും. എടുക്കേണ്ട എത്തൂലെന്ന് ഗായത്ത് മുഖയ്യയിൽ പെട്ടതാണെന്ന ഈ അറ്റം അത് കഴുകൽ നിർബന്ധമാണ്. മാത്രമല്ല ഇൻഷാ അല്ലാഹ് കയറ്റി കഴിയുന്ന വിഷയം അവിടെ പറയണ്ട, അപ്പൊ നമുക്ക് അവിടെ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റുക്ബത്ത് വലി മുട്ടിൻകാല്, ഇപ്പൊ പാദംകാല് കഴുകലാണല്ലോ നിർബന്ധമായത്. പാദംകാലറില്ലേ, ഞെരിയാണി വരെ, ഞെരിയാണ്ട് മുകൾക്ക് കുറച്ചും കൂടെ കയറ്റി കഴുകാം. അത് കയറ്റി മുട്ട് വരെ കഴുകാം. മുട്ടിന്റെ മുകളിൽ കഴുകൽ കറാത്താണ്. അപ്പൊ ഒരാൾ എന്ത് ചെയ്ത് ഇങ്ങോട്ട് കണ്ട് കാലും കണ്ട് വെച്ചുകാണ്ട് കഴുകി, അത് മുട്ടിന്റെ പുറത്തു കൂടെ കയറിയിട്ട് അങ്ങോട്ടാണ്ട് ഇറങ്ങി. എന്നാ മുട്ടുമ്പോ കൂടി കേറി മറിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം പിരിഞ്ഞതായിട്ട് പുറത്തുനിന്ന് വന്ന വെള്ളം പോലെ തന്നെയാണ്. ഹുക്കുമിൽ പിരിഞ്ഞു, അതിർത്തി വിട്ട് കടന്നു. അത് അതേ സ്ഥാനത്തേക്ക് തിരിച്ചു പോയാലും അതിന് പിരിഞ്ഞ വെള്ളം മുസ്തഅമലായ വെള്ളം എന്ന് പറയും. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താന്നാ പിന്നെ ചോദ്യം. മനസ്സിലായില്ല?
ഇപ്പോ നമ്മൾ ഇവിടുന്ന് കഴുകി, നല്ല ശ്രദ്ധിക്കണം. ഇവിടുന്ന് ഇങ്ങനെ കഴുകി ഈ ഭാഗത്ത് കൂടെ വെള്ളം ഒലിച്ച് ഇവിടെ എത്തിയിട്ട് ഇങ്ങോട്ടേനോട് വന്ന ആ വെള്ളം ഇവിടെയാണ് പോയി, അവിടെയാണ് കഴുകി. ഒന്നും ശരിയായിക്കണേ. നേരെ മറിച്ച് ഒരാൾ കഴുകിയപ്പോ ഇങ്ങോട്ട് കയറിക്കാണ്ട് ദിഗുണ്ട് ഇറങ്ങി. ഇപ്പൊ അങ്ങനെ കയറി ഇറങ്ങുന്നോട് ചോദിച്ചരുത് കേട്ടോ. അതാണ് കയറിണ്ട് ഇറങ്ങിന്ന് സങ്കല്പിച്ചോളി, എന്നിട്ട് പെട്ടാണ് കഴുകി. എന്നാ ശരിയാവൂല. എന്താ കാരണം? ഈ വെള്ളം മുസ്താമലായ വെള്ളമാണ് തിരിച്ചു വന്നത്. ഇത് ഇവിടെ ഇങ്ങനെ ഇറങ്ങിയപ്പോ മുസ്താമലായിട്ടില്ലായിരുന്നു. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇവിടെ പെടാനാണ് ആ വെള്ളം തന്നെ അതിനെ കിടുമ്പോ വരുന്നില്ലേ, അപ്പൊ അടക്ക തട്ടണില്ലേ, അത് പറയാൻ പറ്റൂല. അങ്ങനത്തെ പിരിയോളം അതിനാവുക്കുമില്ല എന്നാണ്. മനസ്സിലാണ്ടോ? പോട്ടെ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചോളി, നമ്മളിപ്പോ പറഞ്ഞ നല്ല ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? ആ ഹുക്മിയായ പിരിച്ചില് പറ്റൂല. അപ്പൊ നല്ല ശ്രദ്ധിച്ചു. കുളിക്കണെന്ന് സങ്കല്പിച്ചോളി. കുളിക്കുകയാണ്. ഇപ്പൊ തലയിലിന്റെ വെള്ളം തലയിൽ ഉപയോഗിക്കാം. അവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ ഒന്നെടുക്കുന്ന ആളെന്ത് ചെയ്ത് കണ്ടു പറ്റി, കയ്യുമ്മക്ക് കുറ്റി. എന്നാലോ ഓത്തുനിന്ന് കയ്യുമ്മ കുറ്റി, ആ വെള്ളം പറ്റുമോ? പറ്റൂല എന്നാണ്. മനസ്സിലാവണില്ല. അങ്ങനെ മുഖം കഴുകി മൂന്നട്ടം കഴുകണ്ടെങ്കിൽ ഇപ്പൊ പ്രശ്നമൊന്നുമല്ല. 3 വട്ടൊക്കെ കഴുകണ്ടെങ്കിൽ പ്രശ്നമല്ല. സുന്നത്തായ ഉപയോഗല്ലേ. ആദ്യത്തിൽ പറന്ന് വീടിയില്ലേ, 1 വട്ടം കഴുകലല്ലേ പറന്നുള്ളൂ. ആ 1 വട്ടത്തിൽ തന്നെ ഫുള്ള് നനയണം. നനഞ്ഞിട്ടും ഉണ്ടാവും. നമ്മളിങ്ങനെ എത്തിക്കണോ നോക്കൊന്നും വേണ്ട, അതുണ്ടാവും. ആ വെള്ളം 1 വട്ടം കഴിക്കണുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി വരുന്നുണ്ട് 1 വട്ടം കഴുകണം. അല്ലെങ്കിൽ എന്താവണം, പിന്നെ പറലിന്റെ മേൽ ചുരുക്കൽ നിർബന്ധമായ പിന്നെ ഹത്തുമൻ എന്ന് പറഞ്ഞിട്ട് ഇനി വരുന്നുണ്ട് പിക്കയില്. അത് ചില സന്ദർഭങ്ങളിൽ വെള്ളമില്ല, അല്ലെങ്കിൽ എന്താ കല ആകാൻ പോവാണ്. ആ സമയത്തൊക്കെ സ്പീഡപ്പ് ആണേക്കാരൻ പരിപാടി, അല്ല കുറെ വട്ടമൊന്നും കേൾക്കാൻ പാടില്ല. അപ്പൊ 1 വട്ടം കഴുകാൻ മുഖം കഴുകണ വെള്ളം ധീമ കുറ്റിന്ന് അതുകൊണ്ട് ഇനി ഇവിടെ കേൾക്കാൻ പറ്റുമോ? പറ്റൂലെന്ന്. കാരണം മുഖം കഴുകിന്റെ ബാക്കിയല്ലേ, അത് പറ്റൂല. 3 വട്ടം കഴുകാൻ അതിന്റെ ഹുക്കം കഴിഞ്ഞു. പിന്നെ സുന്നത്തിൽ ഉപയോഗിച്ചല്ലോ. ഇനി ശ്രദ്ധിച്ചോളി. ഒരു കയ്യിന്ന് മറ്റേ കൈക്ക് പോന്ന് ഇങ്ങനെ അങ്ങോട്ട് കഴുകി വെള്ളം കണ്ടത് ഒറ്റ വയ്ക്കല ഫുള്ളിട്ട് പോന്നു. ദിമക്കിട് പോന്നു. ഇത് പറ്റുമോ? ഈ കയ്യിൽ ഈ കൈക്ക് ഇല്ല ഉണ്ടോ? എന്നാലും നല്ല ശ്രദ്ധിച്ചോട്ടോ, എന്നാലും ഉദു ഉണ്ടാക്കുന്ന ആളിൽ ബുദ്ധിമുട്ടാകൂല. ഇംഫിസാലുൽ മായി വെള്ളം പിരിഞ്ഞു വരിക മിനൽ കഫില സായിദി ഉണ്ടോ, മുൻകൈയിൽ നിന്ന് തണ്ടം കൈയിലേക്ക് വരുന്നു. നമ്മളിങ്ങനെ വെള്ളം മുക്കിയാൽ മുൻകൈ കഴുകൽ ആദ്യം വേറെ അല്ലേ, ഇത്ര മുൻകൈയാണ്, ഇത്ര തണ്ടം കൈയാണ്. അപ്പൊ ഇവിടെ നിന്ന് കേൾക്കുമ്പോ ഇവിടേക്കട് പോന്നാലോ, അതിന് ഇച്ചിരി കുഴപ്പമൊന്നുമില്ല, സംഗതിയൊക്കെ ഒന്നായിട്ട് കൂട്ടും. സംഭവത്തില് മുൻകൈയാണ്, ഇത് തണ്ടം കൈയാണ്, ഇത് തോളം കൈയാണ്, ഇങ്ങനെ വെവ്വേറെയാണ് സംഭവം. എന്നാലും അതിന് വിരോധമില്ല ഉണ്ടോ? അതേപോലെ ജനാപത്തുകാരനിൽ നല്ല ശ്രദ്ധിച്ചോട്ടോ, ജനാപത്ത് കുളിക്കുന്ന ആളുകളിൽ തലയിൽ നിന്ന് ഉറ്റിയ ഇലാ നഹ്വി സ്വദരി നെഞ്ചിന്റെ ഭാഗം പോലത്തതിലേക്ക്. നല്ല ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. ഇപ്പൊ നമ്മൾ കുളിക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചപ്പോ ആ വെള്ളം നേരെ വന്ന് ഇങ്ങനെ നേരെ ഉറ്റും. ഈ ഉറ്റണീന് കുഴപ്പമില്ല. നേരെ മറിച്ച് അതുകൊണ്ട് എന്ത് ചെയ്ത് കാലിങ്ങനെ കഴുകി തലയിലിങ്ങനെ പാർന്ന് കണ്ടത് പറ്റൂല. എന്തുകൊണ്ട് ഇവിടുന്ന് കാലുമ്പോ കുറ്റില് പതിവില്ലല്ലോ. ശരി, മനുഷ്യനെ പോലെ കഴുകുകയാണെങ്കിൽ നേരെ ഒറ്റ ഈ തലയുമായി ബന്ധപ്പെട്ടോടത്തേക്ക് നേരെ ഉറ്റും. മനസ്സിലാവുണ്ടോ? അത്രേ പാടുള്ളൂ. അല്ല അത് കയ്യുമ്പോ ഇങ്ങനെ കാണിച്ചിട്ട് എന്ത് ചെയ്യാ, ആ പരിപാടി ഇല്ല. തോന വെള്ളത്തിൽ കുളിക്കണവരെങ്കിൽ നമുക്കിത് മനസ്സിലാവാതെ തോന വെള്ളത്തിൽ കുളിച്ചിട്ടാണ്. ആകെ കുളിക്കാൻ കുറച്ച് വെള്ളം കിട്ടിയുള്ളൂ സങ്കല്പിച്ചോളി. ഞാൻ നമ്മൾ ഉസ്താദ് പറഞ്ഞ് ഒരു ചെറിയ ബക്കറ്റ് തന്നെ ഇത്ര ബക്കറ്റോട് കുളിക്കാന്ന്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വാ വെള്ളം കൊണ്ട് കുളിച്ചു എന്നല്ലേ? ഒരു സ്വാറിന് എത്ര വെള്ളം, ഒരു മുദ്ദറിന് എത്ര? എന്താ ഇയാളൊക്കെ തിരൂരല്ലുള്ള ആള്? ആകെ 750 ഗ്രാമല്ലേ ഉള്ളൂ, 3/4 ലിറ്ററേ. അങ്ങനെയാണ്. അപ്പോ പിന്നെ ഒരു മുദ്ദ 4 മുദ്ദ കൊണ്ടാ. നമുക്കിപ്പോ എന്തായിരിക്കും ആലോചിച്ചാൽ തന്നെ ആയിരിക്കുമല്ലോ, ഒരു മുദ്ദുകൊണ്ട് എന്ത് ചെയ്യാനോ. ഞങ്ങള് ബോംബെക്കാരായിട്ടേ ചോദിച്ചു നമ്മള്, അത് ചോദിച്ചണ്ടാന്ന്. ഉത്തരം സുലഭ കുളിച്ചു പറഞ്ഞാൽ അത് ശരിയാക്കണില്ലേ? ആ കുളി ശരിയാവാതിരിക്കോ? നിങ്ങൾക്ക് എല്ലാ അംശമുണ്ടോ? ഒരിക്കലും അംശമില്ല.
അപ്പൊ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി വെള്ളാണ്ട് പോയിക്കാൻ എല്ലായിടത്തും എത്തിക്കണം. അതിനാണ് ആദ്യം എന്ത് ചെയ്യണം, വെള്ളമൊക്കെ എല്ലായിടത്തും തട്ടിക്കണം എന്നാണ്. ഒന്ന് വരുതിയിട്ടൊക്കെ കൈ വെള്ളം ഒലിക്കണോടുകൂടെ ഒന്ന് വരുതി കൊടുക്കും വേണമെന്നാ. മതിയായി വെറുതെ കണ്ടമാനം വെള്ളം ഒഴിച്ച് കയറിയിരുത്തി കേട്ടോ. കുറഞ്ഞ ഉപയോഗം പഠിക്കണം. എല്ലാ സമയത്തും നമ്മളെ എന്ത് ചെയ്യണം, ഈ കണ്ടീഷൻ അയച്ച് ചെയ്യാൻ കഴിയണം. സാധാരണ ഉറ്റൽ സാർവത്രികമായോടത്ത്, അതിനാണ് ഞാൻ പറഞ്ഞ താടിമെന്ന് കാൽമ കുറ്റിക്കലില്ല. സാധാരണ ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ ഇതിന്റെ പൊസിഷൻ കറക്റ്റിൽ വന്നിട്ടു, അവിടെ കഴുകണേന് വിരോധമില്ല. അങ്ങനെ ഒലിച്ചിറങ്ങി വരുന്നതിന് വിരോധമില്ല. ഇതെന്ത് ചെയ്യാ, ഇവിടുന്ന് തലമന്നുള്ള കുറച്ച് ബാക്കിയുള്ള കാൽമ കുറ്റിക്കുക, എന്നിട്ട് കാല് കഴുകുക, അതുകൊണ്ട് ഉണ്ടാവില്ല, അശുദ്ധി ഉയരൂല. പിന്നെ ഇനി നല്ല ശ്രദ്ധിച്ചോളി, അതും കൂടി പറഞ്ഞ് നിർത്താം ഇൻഷാ അല്ലാഹ്. ഇനി നല്ല ശ്രദ്ധിച്ചോട്ടോ, നമ്മളിപ്പോ 3 വട്ടം കഴുകുന്ന ആളുകളുണ്ട്, 1 വട്ടം കഴുകുന്ന ആളുകളുണ്ട്. 1 വട്ടം കഴുകാൻ ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ വെള്ളം അതിനകത്രേ ഉള്ളൂ. ആകെ എല്ലാതും 3 വട്ടമാണ് കഴുകിയാല് പിന്നെ അവിടുന്ന് കാല് കഴുകാൻ വെള്ളം ഉണ്ടാവില്ല, അല്ലെങ്കിൽ തല തടവല് മുതലുള്ള വെള്ളം ഉണ്ടാവില്ല. എന്നാ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, 3 വട്ടം കഴുകാല? അല്ല, അവിടെ കുറഞ്ഞ വെള്ളം കിട്ടുള്ളൂ. കിട്ടിയ വെള്ളം കൊണ്ട് പറന്നെടുക്കണം എന്നാണ്, പറന്നെടുക്കണം. അങ്ങനെ വരുന്ന സമയത്ത് അതല്ലെങ്കിൽ 3 വട്ടം കഴുകുക, 3 വട്ടം കഴുകിക്കണേ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ കൈയിട്ട് മുക്കി ഒന്നെടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. കപ്പ് പോന്നതല്ലേ, കപ്പ് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇങ്ങനെ ഇതാണ് ശരിക്കും കപ്പ്, ഒരു കപ്പ്, അതിന്റെ അറബിയാണത് കപ്പ്, ഒരു കോരല്ലേ. അത് പിന്നെന്തായി, മുക്കണ സാധനം എടുത്തപ്പോ കപ്പ്. ആ കപ്പ് എന്ന് പറഞ്ഞ നമ്മള് കപ്പ് പറഞ്ഞ അതിനാണ് കപ്പ്. അപ്പൊ കപ്പ് കൊണ്ട് എടുക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ്. പക്ഷെ അങ്ങനെ സ്ഥലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന്. അതുകൊണ്ട് മുക്കിയിട്ടാണ് കുടിക്കുക, മുക്കിയാണ് പാരലാണ്, അത്രത്തേനേ ഉള്ളൂ. അപ്പോ നല്ല ശ്രദ്ധിക്കട്ടോ, അതാണ് ഇനി പറയണത്. ലൗ അദ്ഖല യദഹു, ഒരാള് കൈയിട്ടു ബിഖസ്ദിൽ ഗസ്ലി, കഴുകണമെന്ന ലക്ഷ്യത്തോടു കൂടെ, അനിൽ ഹദതി, അശുദ്ധിയെ തൊട്ട് കഴുകണം. അപ്പൊ ഒരാൾ അശുദ്ധി ഉയർത്തണോ, അല്ലെങ്കിൽ ഒതുക്കണം, അല്ലെങ്കിൽ കുളിക്കണം, അങ്ങനത്തെ ആള് കയ്യനിട്ടു. എവിടെ സ്ഥലം ശ്രദ്ധിച്ചോളെ. അല്ലെങ്കിൽ ഒന്നും വിചാരിച്ചില്ല, അയാൾ നോർമലായിട്ടാണ് മുക്കി. എപ്പോ ജുനുബി, രണ്ടും ഞാൻ വേറെ പറഞ്ഞു കേട്ടോ. ജനാപത്തുകാരൻ നിയ്യത്ത് ചെയ്ത ശേഷമോ ഒതുണ്ടാക്കുന്ന ആള് 3 വട്ടം മുഖം കഴുകിയതിന്റെ ശേഷമോ, ഓരോരോ വട്ടം കഴുകിയിട്ട് ഒതുക്കുന്ന ആള് 1 വട്ടം കഴുകിയതിന്റെ ശേഷമോ വെള്ളത്തിൽ കൈയിട്ടു, ബിലാ നിയ്യത്തി ഇഖ്തിറാഫിൻ, മുക്കിയെടുക്കുക എന്ന് കരുതിയില്ല, വലാ ഖസ്ദി അഖ്ദിൽ മാഇലി ഖർലിൻ ആഖറ, വേറൊരാവശ്യത്തിന് വെള്ളം എടുക്കുക എന്നും കരുതിയില്ല എങ്കിൽ സോറൽ മാഉ മുസ്തഅമലൻ ബിന്നിസ്ബതി ലിഗൈരി യദിഹി, ആ കയ്യിലുള്ള വെള്ളം അല്ലാത്തതിലേക്ക് അപേക്ഷിച്ച് അത് മുസ്തഅമലാകും. കയ്യിലുള്ളത് കൊണ്ട് അവന് കഴുക, ബാക്കി സാഇദിഹ, അവന്റെ തണ്ടൻ കയ്യിൽ നിന്ന് ബാക്കിയുള്ളതിനെ. നമ്മളിപ്പോ ഒന്നെടുക്കുന്ന ആളെടുക്കുക. ഇനിയിപ്പോ അവിടെ 3 ആളെ പറഞ്ഞു, 1 വട്ടം ഒന്നെടുക്കണുള്ളൂ, അയാളത്ത് കുറച്ച് വെള്ളമുള്ളൂ. അപ്പൊ മുഖമാണ് കഴുകി കഴിഞ്ഞ 1 വട്ടം. ഇനി അയാൾ ദീന്ന് മുക്കിയിട്ടാണല്ലോ മുഖം കഴുകിയത്, ഇഞ്ഞു ദീന്ന് മുക്കിയാനെ. ഇവിടെ 2 കൊല്ലത്ത് വെള്ളം ഉണ്ടോ? ഇല്ലേ, 1 ബക്കറ്റ് വെള്ളമല്ലേ ഉള്ളൂ. അപ്പൊ ഇനി അയാൾ മുക്കുകയാണ്. എന്താ വിചാരിക്കണത്, അയാള് 1 വട്ടം കഴുകണം, ഇനി കൈ കഴുകാനാണ് കാണാൻ മുക്കണത്. അല്ലെങ്കിൽ 3 വട്ടം മുഖം കഴുകി, 3 വട്ടം മുഖം കഴുകിയിട്ട് ഇയാൾ ദീലിട്ടാണ് മുക്കി. മനസ്സിലാവുണ്ടോ? ഈ മുക്കിന്റെ അടുത്ത് ഇയാള് കയ്യിൽ വെള്ളം പിടിച്ചു, എന്നാ ആ വെള്ളം ഇനി മുസ്തഅമലായി. അപ്പൊ ഈ കയ്യിലുള്ളതോ ഇത് മുസ്തഅമലല്ല, ഇതുകൊണ്ട് ഈ കൈ കഴുകാം, അതിന് വിരോധമില്ല. അപ്പൊ ഇനി അങ്ങനെ കുറച്ചുള്ള ആളെങ്ങനെ ഒന്നെടുക്കുക, അതിനാണ് ഇനി പറഞ്ഞാലും ശ്രദ്ധിക്കുക. ഇപ്പൊ ഒരു ജഗ്ഗില് വെള്ളം കൊണ്ടുവന്ന് വെച്ചു, നമ്മൾ അതിന് എന്ത് ചെയ്തു, വെള്ളം എടുത്തിട്ട് ഫർദ് നിസ്കാരത്തെ ഹലാലാക്കുന്നു, നിയ്യത്ത് ചെയ്തിട്ട് കഴുകി. ഇനിയിപ്പോ കൈ കഴുകണല്ലോ. കൈ കഴുകുമ്പോൾ എന്താ വേണ്ടത്, ഞാൻ വെള്ളം കോരിയെടുക്കുന്നു, കപ്പാണ് ഇതിന്റെ കപ്പ്, കൈകല്ല, ഞാൻ വെള്ളം മുക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ വെള്ളത്തെ എടുക്കുന്നു, നിയ്യത്ത് ചെയ്തിട്ട് മുക്കിയിട്ട് പുറത്ത് കാട്ടിയിട്ട് അങ്ങോട്ട് കഴുകി, എന്നിട്ട് പിന്നെ മുക്കിയെടുക്കുകയാണെന്ന് കരുതിയിട്ട് എടുത്തിട്ട് കൈ, വിരോധമൊന്നുമില്ല.
ഇത് ഒന്നും കരുതിയില്ല, അല്ലെങ്കിൽ മുക്കിയെടുക്കണമെന്ന് പ്രത്യേകം കരുതിയില്ല. എന്നാ ഇത് കിട്ടുന്നോട് കൂടി എന്തായി, ഈ കൈയല്ലെങ്കിൽ കൈകാളുള്ളത് മുസ്താമലാകും. അപ്പൊ കുറഞ്ഞ വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. ഞാനല്ല മുക്കിയെടുക്കാൻ എത്രയും പറ്റും, അതിനെന്ത് വേണം, ഞാൻ മുക്കിയെടുക്കണമെന്ന് കരുതണം. അപ്പൊ കപ്പില്ലാത്ത ആള് കുളിക്കുകയാണെന്ന് വെക്കുക, ഓൻ എന്ത് ചെയ്യാണ്, ആദ്യം തലമേലൊക്കെ എന്ത് ചെയ്യാണ്, ഇന്നൊക്കെ തൊട്ടഞ്ച്, കാരണം കുറഞ്ഞ വെള്ളമല്ലേ ഉള്ളൂ. ഇനി അതുകൊണ്ട് ഓൻ എന്ത് ചെയ്യാണ്, ഒന്നിച്ചെടുത്ത് വെച്ചാൽ ഒടുക്കം എത്തല്ല. അപ്പോൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ തലയ്ക്ക് എടുത്ത് ഒഴിക്കുകയാണ്, കൈയൊക്കെ എടുത്ത് ഇങ്ങനെ പോരുകയാണ്, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോരുകയാണ്. എന്നാലെന്താ ചെയ്യല്, അങ്ങനെ കുളിക്കാം. അതിനെന്ത് ചെയ്യണം എന്നാ അപ്പൊ പറഞ്ഞത്, ഈ നിയ്യത്ത് ചെയ്തിട്ടാണല്ലോ തുടങ്ങുക. നിയ്യത്ത് ചെയ്യുമ്പോൾ കൈയിടുമ്പോൾ ആദ്യം തന്നെ എന്ത് കരുതണം, ഞാൻ വെള്ളം മുക്കിയെടുക്കുകയാണ് എന്ന് കരുതണം. ഒന്നും കരുതാ കൈയാണ്ടിട്ട് നിയ്യത്ത് ചെയ്ത് കണ്ട് വെക്കുക. എന്തുകൊണ്ട്, കുളി ഒരവയവുള്ളേ, ഏത് തല കഴിക്കാലും തുടക്കം കുറിച്ചു, അപ്പൊ പ്രശ്നമാണ്. അപ്പൊ കൈ തട്ടരുത്. ഇനി നമ്മൾ കപ്പോട് മുക്കണേ ചോളി, അപ്പോഴെന്ത് വേണം, കപ്പ് കയ്യിൽ പിടിച്ചിട്ട് മുക്കാണ് ബക്കറ്റിന്ന്. എന്നാലോ അപ്പോഴത് വേണം, അല്ലെങ്കിൽ ഈ കൈ തട്ടൂലേ, പ്രശ്നമൊന്നുമില്ല. ഇനി അതിങ്ങനെ വിശ്വാസാക്കി അടക്കൊന്നും വേണ്ട. എന്ത്, ഞാൻ മുക്കി കുളിക്കുന്നു നെയ്യത്ത് ചെയ്താ പോരെ. അപ്പൊ ഇത് മുക്കണ പിന്നെ കപ്പിന്റെ കൊള്ളിയാണ്, തള്ളക്കൈലിന്റെ കൊള്ളിയല്ലേ, ആ കൊള്ളിയാണ്, പ്രശ്നമില്ല. അപ്പൊ ഇനി ഇത് കഴുകാന്ന് വിചാരിച്ച് കഴുകുമ്പോഴേ ഇത് കഴുകലാവുള്ളൂ, പ്രശ്നമൊന്നുമില്ല. മനസ്സിലാവുണ്ടോ? ചില ആൾക്കാർ എത്ര ഷവറിൻ്റെ തൊട്ട് ഓൽക്ക് തുള്ളി വെള്ളം ബക്കറ്റ് കൊണ്ട് പാരാഞ്ഞ ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം പഴയ കാലത്ത് അങ്ങനെ കുളിച്ച് ശീലമായതാണല്ലോ. മനസ്സിലായില്ല? അങ്ങനെ ഉണ്ടേ. അപ്പൊ എന്താവും, ഓൽക്ക് ആ ബക്കറ്റിൽ നിന്ന് തുള്ളി മുക്കിയിട്ടാണ് പാരണം, അപ്പൊ തന്നെ റാഹത്താവുള്ളൂ. ചിലർക്ക് നെയ്യാവും കുളത്തുനിന്ന് മുങ്ങി കുളിച്ചാൽ തോന്നുന്നു, ഓ പുഴക്കാരൊക്കെ താമസിച്ചിട്ടുണ്ടാവേ, ഒന്ന് ഇറങ്ങി മുങ്ങി ശീലായി, ഇനിയിപ്പോ ഒരു രക്ഷയില്ല, കുളിച്ചൊരു സുഖം കിട്ടിയില്ല, നാട്ടിലെത്തിയിട്ടാണ് കുളിക്കാനേ അറിയാം കേട്ടോ. അപ്പൊ അങ്ങനെ ഇനി ചോദിച്ചോളി. മുഖം അത് പറഞ്ഞല്ലോ, ഒരു വട്ടം ഒന്നെടുക്കുന്ന ആളാണെങ്കിൽ മുഖം ഒരു വട്ടം കഴുകിയിട്ട് കൈയിട്ടാൽ, ഒരു വട്ടം കഴുകണുള്ളൂ, അതോടുകൂടി തന്നെ എന്തായി, ഞാൻ രണ്ടാമത് കൈ അടുക്കില്ലല്ലോ, കയ്യകാനല്ല. ഇനി കൈ കഴുകണ പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ കൈ അതിലിട്ടാൽ ആ വെള്ളം മുസ്താമലാവും. അപ്പോൾ ഈ മുക്കിയത് രക്ഷപ്പെട്ടു, കാരണം അത് മുസ്താമലാവാൻ വകുപ്പില്ല. ഇത് മുസ്താമലാനവനെ ഏതുകൊണ്ടോ കഴുകുക, അപ്പൊ ഇതിലുള്ളതുകൊണ്ട് ഇത് കഴുകാം, അത്രേ പറ്റുള്ളൂ. ചെരിച്ചെടുക്കണേ, ആ കിണ്ടി കൊണ്ടൊന്നും ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അത് പ്രത്യേകിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പറയണ്ടേ, ചെരിച്ചെടുക്കുന്നതാണെങ്കിൽ പിന്നെ ശരിക്കും ചെയ്യണം, മുക്കിയെടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ വലതു ഭാഗത്തേക്ക് അല്ല, ചെരിച്ചെടുക്കുകയാണെങ്കിൽ വലതു ഭാഗത്ത് ചികിട്ട് ചെരിക്കണം തന്നെ, അപ്പൊ പ്രശ്നമൊന്നുമില്ല. ചെരിച്ചെടുക്കല്ലേ, നമ്മള് കിണ്ടി പോലുള്ള അല്ലെങ്കിൽ ബക്കറ്റ് പോലുള്ളൊക്കെ ചെരിച്ച് അപ്പൊ കൈകിട് വന്നേ, അതിലിട്ട് മുക്കണോടത്ത് മാത്രമേ പോയി പറഞ്ഞുള്ളൂ. കപ്പിട്ട് മുക്കണോടത്ത് പ്രശ്നമില്ല, കൈയായി തട്ടാഞ്ഞാ മതി. നമ്മൾ കപ്പിട്ട് ഇങ്ങനെ മുക്കിണ്ട് എടുക്കുമ്പോ എന്താവും, അടി തട്ടും, അവ ശ്രദ്ധിച്ചാൽ മതി. കിണ്ടിയിൽ നിന്ന് ഒതുക്കാൻ തീരെ എന്നത് ആൾക്കാർ കിണ്ടിയിൽ ഒതുക്കാൻ അറിയില്ല. പഴയ കാലത്ത് പുതിയ വരുമ്പോ മെതിയടി കൊടുക്കും, പുതിയ അപ്പളൊക്കെ വരുമ്പോഴേ അതിമ്പോ നടന്നു കാണാൻ പോകാൻ ഇട്ടില്ലേ, എനിക്കറിയില്ല, ഞാൻ ഇട്ടിട്ടില്ല, പറഞ്ഞിട്ടുള്ളൂ. അത് ഇട്ടുകാൻ നടന്നു പോകാൻ അറിയുമ്പോ നിസ്കരിച്ചണേ ആദ്യം അറിയണേ. ഇന്നിപ്പോ അതേമാതിരി കിണ്ടി എടുത്താൽ മതി, ഒതുക്കാൻ അറിയില്ല എന്നാണ് മിക്ക ആൾക്കാർക്ക്. പൈപ്പ് തുറന്നില്ലേ അറിയില്ല ോ, വെള്ളം എത്ര വേസ്റ്റ് ആണെന്ന് അറിയോ അല്ലേ, നിങ്ങൾക്കൊക്കെ അറിയില്ലേ. ഒരു കിണ്ടി കൊണ്ട് ഒതെടുക്കാനോ ഒരു കിണ്ടി വെള്ളം മതിയോ, ഒതെടുക്കുകയും ചെയ്യാ, കാലും കഴുകുക, ഒക്കെ 3 വട്ടം കഴുകാണ്ടാവും. തുള്ളി ബാക്കി കുടിച്ചാനും ഉണ്ടാവും. പൈപ്പ് തുറന്നിട്ടാണെങ്കിലോ, നിങ്ങൾ ഇനി ജസ്റ്റ് ഞാനീ പറഞ്ഞ് പരീക്ഷിക്കണമെങ്കിൽ ഒതെടുക്കുമ്പോൾ അടിയിൽ ബക്കറ്റ് ചോക്കൂട്ടി വെറുതെ വെച്ചാൽ മതി. മാത്രമല്ല ആ വെള്ളം എടുത്ത് കാണുന്ന ടോയ്ലറ്റിൽ ഒഴിക്കുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കുകൊണ്ട് ഒരു ബക്കറ്റ് വെള്ളമാണ് നശിക്കും നമ്മൾ ഒതെടുത്ത് കഴിയുമ്പോൾ തന്നെ. എത്ര കിണ്ടി വെള്ളം പോവും? വെള്ളമുള്ള നാട്ടിലായതുകൊണ്ട് അതാ ഞാൻ ആദ്യം വരുന്നത്, അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് വാലി വസഹബിഹി അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ.